ഏറ്റുമാനൂരുകാരൊക്കെ SP ആശാൻ എന്ന് തന്നെയാണോ വിളിക്കുന്നത്? SP ആശാൻ എന്ന് പൊതുവെ സിനിമാക്കാർ പങ്കജേട്ടാന്ന് വിളിക്കും. അച്ഛന്റെ പേര് പങ്കജാക്ഷൻ പിള്ള എന്നാണ്. അപ്പൊ ഏറ്റുമാനൂർ അടുത്തുള്ളവരൊക്കെ പങ്കജേട്ടാ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഒത്തിരിയും കൂടെ ദൂരമുള്ളവരാണെങ്കിൽ SP ആശാൻ വിളിച്ചത്. സിനിമാ ഫീൽഡ് മുഴുവൻ SP ആശാനായിരുന്നു. അദ്ദേഹം ഈ നാടകത്തിൽ സജീവമായി നിൽക്കുമ്പോഴാണോ വിവാഹം കഴിച്ചത്? അമ്മ വിവാഹം കഴിക്കുന്നത് അമ്മ വിവാഹം കഴിക്കുമ്പോൾ അച്ഛൻ നാടകത്തിലും ഇല്ല. പിന്നെ അച്ഛൻ ആധാരം എഴുത്തായിരുന്നു. അമ്മയുടെ അച്ഛൻ ആധാരം എഴുത്തായിരുന്നു. അപ്പം അച്ഛൻ ആദ്യം ഒന്ന് കല്യാണം കഴിച്ചതാണ്. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നത് മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരിക്ക് മെൻ്റലായിട്ട് എന്ത് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അച്ഛനത് താങ്ങാൻ പറ്റാത്തതായിരിക്കാം. അതൊക്കെ നമ്മൾ വലുതായപ്പം നമ്മുടെ വീട്ടിൽ അമ്മയൊക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ അവിടുന്ന് ഈ ആധാരം എഴുതാൻ വേണ്ടിയിട്ട് അപ്പൂപ്പനെ സഹായിക്കാനായിട്ട് അപ്പൂപ്പൻ്റെ അടുത്ത് വന്നു. അപ്പം അമ്മയുടെയും ഒരു കല്യാണം കഴിഞ്ഞൊരു മോനുണ്ട്. അപ്പം അമ്മയും ഇങ്ങനെ അന്നൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ്. പുള്ളിക്കാരനില്ലാതെ അമ്മയും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് അമ്മയെ കല്യാണം കഴിച്ച് ആ കുടുംബത്തെ മുഴുവനും അപ്പൂപ്പനും ആ ആങ്ങളമാരെയും ഒരു അനിയത്തിയുണ്ട്. ഇവരെ 3 പേരെയും കൂടെ ഇത്രയും പേരെയും കൂടെ അച്ഛൻ ഏറ്റുമാനൂർക്ക് വരുമായിരുന്നു. ഏറ്റുമാനൂർ വന്ന് അച്ഛൻ കുറച്ച് സ്ഥലം വാങ്ങിച്ച് ആദ്യം ഒരു ചെറിയ കുടിൽ വെച്ച് ആ കുടിലിൻ്റെ ഗേറ്റ് കുറേ വർഷങ്ങൾ ഈ 2-3-4 വർഷമായുള്ളൂ മാറ്റിയിട്ട് ഒരു കുടിൽ കെട്ടി അവിടെയാണ് ആദ്യം അച്ഛൻ താമസിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞാണ് അച്ഛൻ നാടകത്തിന് പോണത്. അവിടെ ഒരു 3 സർപ്പക്കാവുണ്ട്. അച്ഛന് ഏറ്റുമാരപ്പനും ഈ സർപ്പക്കാവും ഭയങ്കര വിശ്വാസമാണ്. അച്ഛൻ എപ്പോഴും പറയും ഈ സർപ്പക്കാവ് കൊടുത്താൽ അത് ബ്രാഹ്മണരുടെ ഒരു കുടുംബമായിരുന്നു, മഠമായിരുന്നു. കൊടുത്താൽ ഈ പഴയ തച്ചന്മാരാണല്ലോ ഈ സ്ഥലം നോക്കുന്നത്. തച്ചൻ പറഞ്ഞു ഈ സർപ്പക്കാവ് നോക്കിയാൽ പങ്കമുള്ള അങ്ങ് ഉയർച്ചയിലെത്തുമെന്ന് പറഞ്ഞു. അച്ഛൻ അതിപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു മരിക്കുന്നിടം വരെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം മൺചട്ടിയിലാണ് റേഷനരി വെച്ചാണ് ഇത് പൂജ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ പിറ്റേ വർഷം പൂജയ്ക്ക് നിലം ഈ പുഞ്ച വാങ്ങിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ അടിക്കടി അച്ഛൻ ഉയർച്ചയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ജീവിതത്തിൽ ഒറ്റയ്ക്ക് വിജയം നേടിയ ഒരാളാണ്. ആ ഒരു സംതൃപ്തി അദ്ദേഹത്തിന് മരിക്കുന്നിടം വരെ. പിന്നെ അച്ഛനുള്ളതെന്ന് വെച്ചാൽ മരിക്കുന്നിടം വരെ അച്ഛൻ ഉള്ളത് കൊണ്ട് തൃപ്തനായിരുന്നു. ആരോടും കടം മേടിക്കുകയോ ആരുടെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു 5 പൈസ വാങ്ങിക്കുകയോ അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷെ അച്ഛൻ അതിനെ ദൈവം അങ്ങനെ ആഴ്ക്കിയിട്ടില്ല. കാരണം ഇതുപോലെ സ്ഥലങ്ങൾ വാങ്ങിച്ചൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് കൃഷിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. തെങ്ങാണേലും പുഞ്ചയാണേലും എല്ലാം ഉണ്ടായിരുന്നു. കാരണം അച്ഛന് പൈസയ്ക്ക് അങ്ങനെ വിഷമം വന്നിട്ടില്ല അവസാനം. പിന്നെ ഈ പാവപ്പെട്ട ആവശ്യ കലാകാരന്മാർക്ക് പെൻഷൻ മേടിച്ചു കൊടുക്കുക, ഇതൊക്കെ അച്ഛൻ്റെ ഒരു പ്രധാന. മഞ്ജുപിള്ള വരുമ്പോഴും SP പിള്ളയുടെ കൊച്ചുമോൾ ആ ഒരു സ്നേഹവും ഇതും നമുക്ക് താല്പര്യം, അവളോടുള്ള സ്നേഹം ഇപ്പോഴും കിട്ടുന്നുണ്ട് ഫീൽഡിൽ നിന്ന്. എല്ലാവരും ആ ഒരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ലൊക്കേഷനിൽ പോയ മഞ്ജുവിൻ്റെ അമ്മ എന്നല്ല ആരും എന്നെ ഇതാകുന്നത്, SP പിള്ളയുടെ മകൾ എന്നുള്ള ആ ഒരു ആ ഒരു പേര് നമുക്കിപ്പോഴും ഉണ്ട്. ഞാനെപ്പോഴും മഞ്ജുവിൻ്റെ അടുത്ത് പറയും ആ പേരെപ്പോഴും നിലനിർത്തണം, നമുക്കതേ ഉള്ളൂ. പിന്നെ നമ്മളെ അങ്ങനെ ഒരു ലക്ഷറി ഒരു ലൈഫായിട്ടൊന്നുമല്ല നമ്മളെ മക്കളെ വളർത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും അത് കഴിച്ച്, ഇപ്പം കഞ്ഞിയാണെങ്കിലും അതിൽ നമ്മൾ തൃപ്തരായിരിക്കണം. കഞ്ഞിയാണെങ്കിൽ കഞ്ഞി അത് കുടിച്ച് നമ്മൾ തൃപ്തരായിരിക്കണം എന്ന് എപ്പോഴും അച്ഛൻ പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകളായി ജനിച്ചത് കൊണ്ടുള്ള ഭാഗ്യം എങ്ങനെയാണ് ഇപ്പോൾ നോക്കുമ്പോൾ? എനിക്കിപ്പോഴും ഇന്നും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ആ മഞ്ജുവിൻ്റെ അമ്മ എന്ന് പറയുന്നേക്കാളും എനിക്ക് SP പിള്ളയുടെ മകളായിട്ട് അറിയാനാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോഴും അതെ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇപ്പം സനല് ചോദിച്ചില്ലേ എങ്ങനെ അച്ഛാന്ന് വിളിച്ചിട്ട് പോലും ഇല്ലെങ്കിലും എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു എന്നൊന്ന് ചോദിക്കുന്നു. ഇപ്പം മരിച്ചിട്ട് 25 വർഷമായി. ഇപ്പോഴും അച്ഛൻ്റെ കാര്യം പറയാത്തൊരു ദിവസമില്ല. നമ്മൾ എന്തെങ്കിലും പറയുമ്പം പണ്ട് നമ്മളൊന്നില്ലെങ്കിൽ നമ്മുടെ മക്കളോടായിട്ട് പറയും. ഇപ്പം എൻ്റെ മക്കളോട് പറയും എന്തെങ്കിലും പിള്ളേർ ഇപ്പോഴത്തെ അവരുടെ ലക്ഷറി ജീവിതം കാണുമ്പോൾ എന്തെങ്കിലും ഞാൻ ഇങ്ങനെയല്ല വളർന്നേ, നമ്മളിങ്ങനെയാണ് വളർന്നതെന്ന് പറയുമ്പോൾ എൻ്റെ മോളും മോനും പറയും അതൊരു കാസറ്റിലാക്കി ഇതിപ്പോൾ ഒരു 10 പ്രാവശ്യമെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും ഇഷ്ടമല്ല, ആഹാരം തന്നെയാണെങ്കിലും ഇത് ഇഷ്ടമല്ല, അത് വേണ്ട. അപ്പം നമ്മൾ പറയും ഞങ്ങൾ പണ്ട് രാത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങും, മതി ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് എന്ന് പറയും മഞ്ജു.
അദ്ദേഹത്തിന്റെ ഒരു മരണം, അഭാവം ഒക്കെ എങ്ങനെയാണോ മക്കളും ഒക്കെ നേരിട്ടത്? അത് ആ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ടോ? അതേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകൾ ടി വിയിലൊക്കെ കാണുമ്പോൾ? അതുകൊണ്ടായിരിക്കാം അത്രയൊരു ഇതായിട്ട് തോന്നില്ല. പക്ഷേ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ തറവാട് ഭയങ്കര ഐശ്വര്യമായിരുന്നു. ഭയങ്കര ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ തറവാട്ടിലേക്ക് പോകാറ് പോലുമില്ല. കാരണം അച്ഛനും അമ്മയില്ലാത്ത ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്, നന്നായിട്ടുണ്ട്. അല്ല എന്തെങ്കിലും വിശേഷ ദിവസം സർപ്പത്തിന് നേദ്യം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഉത്സവത്തിന് തൊഴാൻ പോകുമ്പോഴോ ഒന്ന് ജസ്റ്റ് കയറിയെങ്കിലായി. അല്ലാതെ തറവാട്ടിൽ പിന്നെ ബ്രദറിനാണ് തറവാട് കൊടുത്തത്. അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു ആ വീട് ഒരിക്കലും പൊളിക്കരുത് എന്ന്. ബ്രദർ ഗൾഫിലായിരുന്നു 20 വർഷം. തിരിച്ചു വന്നപ്പം തറവാട് വെച്ച് അതിൻ്റെ ആ മുഖച്ഛായയെ മാറ്റി കളഞ്ഞു. അതിനുശേഷമൊക്കെ നമ്മൾ അധികമൊന്നും പോകാറില്ല. എന്തായാലും ആ ഒരു വലിയ മനുഷ്യൻ 10-40 വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ആ മനുഷ്യനെ കുറിച്ച് വീണ്ടും മരണത്തിനും 25 വർഷത്തിന് ഇപ്പുറം ഇരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം വളരെ നന്ദി. നമസ്കാരം.